ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ കടവന്ത്രയിലുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 73-കാരിയായിട്ടുള്ള ഒരമ്മ സുഭദ്രാമ്മ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 4-ാം തീയതി പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. 7-ാം തീയതി കുറച്ച് ദിവസം നോക്കിയതിന് ശേഷം മകൻ രാധാകൃഷ്ണൻ പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നു, അമ്മയെ കാണാനില്ല. ഈ ഒരു ദിവസത്തിന്റെ ഗ്യാപ്പ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മയ്ക്ക് ഇടയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മകന് സംശയമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്രയും ദിവസം കാണാതായതുകൊണ്ട് പരാതി കൊടുത്തു. തുടർന്ന് പോലീസ് അന്വേഷണം നടക്കുന്നു. അതിനെ തുടർന്ന് അമ്മയുമായി അടുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചധികം അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരുടെ ലിസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് അമ്മയെ മറ്റൊരിടത്ത് കണ്ടതായിട്ടുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ ലഭിക്കുന്നു. അതിന് പ്രകാരം ഷർമിള, മാത്യൂസ് ഇവരെ അന്വേഷിച്ച് കേസ് മുന്നോട്ട് പോകുന്നു. ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഷർമിളയുടെയും മാത്യൂസിൻ്റെയും കല്യാണം നടക്കാൻ പോലും കൂട്ടുനിന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിന് വഴികാട്ടി പോലെ നിന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഈ പറയുന്ന സുഭദ്രാമ്മ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇവർ ഈ ബന്ധം സ്ഥാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയുടെ കയ്യിൽ ഒരുപാടധികം കാശുണ്ടായിരുന്നു, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദേഹത്ത് ഒരുപാട് സ്വർണ്ണങ്ങൾ ഇട്ടിരുന്നത്. അപ്പം അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കൂട്ടാളികൾ അടുത്ത് കൂടിയത് തന്നെ. പിന്നീട് ഇവർ ഒന്നിച്ചുള്ള യാത്രകളായി, അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ വന്നുള്ള താമസങ്ങളായി. കലവൂരിലൊരു വാടക വീട്ടിലായിരുന്നു ഷർമിളയും മാത്യൂസും. ഇതിനിടയിൽ വെച്ച് പല പ്രാവശ്യങ്ങളായി അമ്മയിൽ നിന്ന് പൈസ ഷർമിള വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വാക്കുതർക്കങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി അമ്മയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢതന്ത്രം ഉണ്ടായിരുന്നു. കൊല്ലുക, ദേഹത്തുള്ള സ്വർണ്ണങ്ങളെല്ലാം കവരുക. കാരണം അമ്മയുടെ ദേഹത്ത് ഒരു രുദ്രാക്ഷ മാല ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒറിജിനൽ രുദ്രാക്ഷമാണെന്നുണ്ടെങ്കിൽ അതിൽ ലക്ഷങ്ങളടക്കം വില വരുന്നൊരു കാര്യമാണ്. അപ്പം ഇത്രയും പണമൊക്കെ ഉള്ള ഒരു അമ്മയല്ലേ, അപ്പം ഇട്ടിരിക്കുന്നത് ഒറിജിനൽ ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടി ഇവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയെ ആ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. അതിനുശേഷം വീടിന് പുറകിലായി ഒരു സൈഡിലായിട്ട് അവിടെയുള്ളൊരു തൊഴിലാളിയെ വിളിച്ചിട്ട് കുഴി കുഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ശൗചാലയത്തിൽ നിന്നുള്ള വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ആഴത്തിലും വീതിയിലുമാണ് ഈ ഒരു കുഴി കുഴിപ്പിച്ചത്. പിന്നീട് അത് പൂർത്തിയാക്കാത്തത് കൊണ്ട് പിറ്റേ ദിവസം പൈസ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആ തൊഴിലാളി വരികയാണ് ചെയ്തത്. ആ സമയത്ത് ആ കുഴി മൂടിയിട്ടിരിക്കുന്നു. പിന്നീട് ആ തൊഴിലാളി വന്ന സമയത്ത് അവിടെ ഒരു അമ്മയെ കണ്ടിരുന്നു എന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പോലീസ് വന്ന് അന്വേഷിക്കുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസ് ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്ന സമയത്ത് മണ്ണ് മാറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് നോക്കുന്ന സമയത്ത് അവിടെ എന്തോ സംശയാസ്പദമായി തോന്നുന്നു. കുഴി എടുക്കുന്നു, നോക്കുന്ന സമയത്ത് അമ്മയുടെ ശവശരീരം കിട്ടുകയാണ് ചെയ്യുന്നത്. അത് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, കൈ പിറകിലോട്ട് വെച്ച് കെട്ടിയ നിലയിലായിരുന്നു അത് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് എത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നെന്നുള്ളത് പൂർണ്ണമായിട്ട് പോലീസിന് വ്യക്തമായി. കാരണം ശരീരത്തിലൊന്നും സ്വർണ്ണാഭരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിലപ്പുറത്തേക്ക് അവർ രണ്ടുപേരും മിസ്സിംഗ് ആയിരുന്നു, മാത്യൂസും ഷർമിളയും. പിന്നീട് അങ്ങോട്ടുള്ള കേസ് അന്വേഷണത്തിന്റെ വഴിത്തിരിവുകൾ പല വിധത്തിലായിരുന്നു. അതിനുശേഷം ഇവർ ഈ പറയുന്ന ഉടുപ്പി സ്വദേശിയാണെന്നാണ് ഈ ഷർമിള എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചുള്ള വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തായിട്ട് സ്വർണം വിറ്റതിന്റെ തെളിവുകളും മറ്റും കണ്ടെത്തുകയും ഇവരെ പിന്നീട് പോലീസ് പിടികൂടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലായിട്ട് ഇപ്പം കൊണ്ടുപോയി തെളിവെടുപ്പുകൾ നടക്കുകയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സിനിമ എന്ന് പറയുന്നത് മനുഷ്യനെ വല്ലാത്തൊരു സാങ്കല്പിക ലോകത്തിലോ അല്ലെങ്കിൽ ഒരു ഭ്രമാത്മകമായിട്ടുള്ള ലോകത്തിലോ എത്തിക്കുന്ന, ഒരു മാസ്മരിക ലോകത്തിൽ എത്തിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. പലപ്പോഴും സിനിമ ആസ്വദിച്ച് അവിടെ കളയുക എന്നതിലപ്പുറത്തേക്ക് ആളുകൾ അതിലെ ചില കാര്യങ്ങൾ, വസ്തുതകൾ മനസ്സിലേക്ക് ഏറ്റുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ഈ സിനിമകളെ കരുവാക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ മലയാള സിനിമയിലെ ദൃശ്യം മോഡൽ കൊലപാതകം നമുക്കറിയാവുന്നതാണ്, സിനിമ മോഹൻലാലിന്റെ സിനിമയായിട്ടുള്ളത്. അപ്പം അത് മോഡൽ ഈ പറയുന്ന കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെയും അതിനൊരു ബന്ധമുണ്ട്. എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മയെ കൊല്ലും അല്ലെങ്കിൽ ഈ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരും എന്ന് കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഇവർ നേരത്തെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടാണ് അമ്മ അവിടെ നിന്ന് കടവന്ത്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം കുഴി എടുക്കുന്ന സമയത്തും അമ്മ അവിടെ ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പം തൻ്റെ കുഴിയാണ്, അവസാന കുഴിയാണ് അവിടെ എടുക്കുന്നതെന്ന് പോലും അറിയാതിരുന്നൊരു പാവം അമ്മ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമുക്ക് മരിച്ചൊരാളെ പറ്റി കുറ്റം പറയുന്നതൊക്കെ ഏറ്റവും ദോഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഒരു മനുഷ്യൻ ഈ ഭൂമി വിട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് എത്ര നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമ്മളത് പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചിന്തിക്കാനാണ് എനിക്കും താല്പര്യം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടി സ്വന്തം മക്കൾ ഉള്ള സമയത്ത് അവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിട്ട് സന്തോഷങ്ങൾ പങ്കിടുന്നതിലപ്പുറത്തേക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തികൾ വരുന്ന സമയത്ത് അവരോട് കൂട്ടുകൂടുന്ന പലരും ചിന്തിക്കേണ്ടതാണ് ഈ ഒരു അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എന്തായാലും ഈ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിന് വേണ്ടി മയക്കുഗുളികൾ നൽകിയിരുന്നു. അതിന് പ്രകാരം ആ അമ്മ മയങ്ങിക്കിടക്കുന്നു. പക്ഷെ ഇവർ പ്രതീക്ഷിക്കുന്നതിൽ അപ്രതീക്ഷിതമായിട്ട് അമ്മയ്ക്ക് ബോധം വരികയാണ് ചെയ്തത്. പിന്നീട് ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിന് പ്രകാരം ഉപദ്രവിക്കുന്നു, നെഞ്ചത്ത് ചവിട്ടുന്നു, കഴുത്തിൽ പിടിച്ചു ഞെക്കുന്നു, കൈ പിടിച്ചൊടിക്കുന്നു, കഴുത്തൊടിക്കുന്നു. ഇങ്ങനെ പലതരത്തിലാണ്, വാരികല്ലുകൾ തകർക്കുന്നു. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് പറയുന്നത്. അതിനുശേഷം ചെയ്തത് ആ എടുത്തൊരു കുഴിയിലേക്ക് ഇവർ ഇട്ടു. അപ്പം ഇവിടെ സിനിമ എങ്ങനെ പ്രചോദനമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ അടുത്ത് കണ്ട ഒരു യൂട്യൂബിൽ കണ്ട ഒരു സിനിമ എന്ന് പറയുന്നത്, അതിൽ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പഞ്ചസാര, അതായത് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് പഞ്ചസാര അമിതമായ അളവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, തൂവുകയാണെങ്കിൽ അതിൽ ഉറുമ്പരിക്കുന്ന ഒരു പ്രക്രിയ നടക്കും, അല്ലെങ്കിൽ ഉറുമ്പ് കൂടുതലായിട്ടായിരിക്കും. ആ സമയത്ത് ആ ശവശരീരം പെട്ടെന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് ഇവർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, മാത്യൂസ് തൊട്ടടുത്ത കടയിൽ പോയിട്ട് 20 കിലോ പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ അമ്മയുടെ ദേഹത്ത് ഇടുക കൂടി ചെയ്തു. പക്ഷേ ഇവിടെ പാളിപ്പോയത് എന്ത്, അല്ലെങ്കിൽ ആ അമ്മയുടെ ശരീരാവശിഷ്ടങ്ങൾ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ അതുപോലെ കൂടുതൽ അഴുകിപ്പോകാതെ തന്നെ കിട്ടിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ആഴത്തിലുള്ള കുഴിയായിരുന്നു എടുത്തിരുന്നത്. അതിന് നല്ല രീതിക്ക് ആഴം ഉണ്ടായിരുന്നു, അവിടെ ജലത്തിന്റെ അംശവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറുമ്പരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, എന്ത് കള്ളത്തരം ചെയ്തു കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെതായിട്ടുള്ള നേർവര അവശേഷിക്കും എന്നുള്ളത് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇവിടെയും അവർ കുഴിമൂടി ഈ സ്വർണവും ഈ പറയുന്ന രുദ്രാക്ഷവും ഒക്കെ കൈക്കലാക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് രുദ്രാക്ഷം എന്ന് പറയുന്നത് ഒറിജിനൽ അല്ല എന്നുള്ളത്. തൊട്ടടുത്ത തോട്ടിലേക്ക് അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. പിന്നീട് ഇപ്പം തെളിവെടുപ്പുമായി ചെന്ന സമയത്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി പറയുന്ന സമയത്താണ് ചെല്ലുന്നത്. പക്ഷെ രുദ്രാക്ഷം നോക്കിയിട്ട് കണ്ടില്ല. ഈ പറയുന്ന തോട്ടിൽ ഒരുപാട് അഴുക്കും ബാക്കി കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തൊഴിലാളികളെ കൊണ്ട് അത് ശുചിയാക്കിച്ചതിന് ശേഷം അവിടുന്ന് രുദ്രാക്ഷം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. അപ്പം ഇതായിരുന്നു ആ മരണത്തിന്റെ മോട്ടീവ്, പണം, സ്വർണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു അതിൻ്റെ ഒരു രീതി, കൊന്ന രീതി. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സുഖിച്ച് ജീവിക്കുക, ഒരു പണിയും എടുക്കാതെ ഒരാളിൽ നിന്ന് ഈ പറയുന്ന സ്വർണവും ബാക്കി കാര്യങ്ങളും പണവും എല്ലാം കവർന്ന് ഒന്നും കൂടാതെ ശരീരം വിയർക്കാതെ തന്നെ ഈ പറയുന്ന പണം ഉണ്ടാക്കുക. ഇതായിരുന്നു മാത്യൂസിന്റെ ഷർമിളയുടെയും ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി എത്രയോ വർഷത്തെ അടുപ്പം ഇവർ സ്ഥാപിച്ചെടുക്കുക, അതിനുശേഷം അമ്മയെ മരണത്തിലേക്ക് തള്ളി നീക്കി കൊണ്ടുപോകും. അപ്പം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒറ്റയ്ക്കാണോ കൂട്ടമായിട്ടോ ജീവിച്ചു കഴിഞ്ഞാൽ പോലും ഒരു രക്ഷയും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടായി നിർത്തുക, അതല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കുക. നമുക്കറിയാവുന്നതാണ്, പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ടാവാം, ഈ പറയുന്ന ആരിലും ഉണ്ടാവും, മക്കളോടാവാം, മരുമക്കളോടാവാം, എന്തും ആവാം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിന്നീട് സംഭവിക്കുക എന്നുള്ളതിന് ഒരു എത്തും തുമ്പും പോലും കിട്ടാത്തൊരവസ്ഥയിലായിരിക്കും, നമ്മുടെ പൊടി പോലും കിട്ടാത്തൊരവസ്ഥയിലായിരിക്കും. കാരണം ജയിലർ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമാണ്, അതിനകത്ത് സൾഫ്യൂരിക് ആസിഡിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടിന്നിൽ പോലത്തെ ഒരു സംഭവത്തിലേക്ക് മനുഷ്യരെ എടുത്തിടുന്നൊരു സംഭവം. ഇതും തെറ്റായിട്ട് സിനിമ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രേരണയായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് ഒന്ന് അങ്ങനെ നടന്നിട്ടോ പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു ലോജിക്ക് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സിനിമയിൽ കണ്ടതാണ്. കാരണം ഒരു അവശിഷ്ടം കിട്ടില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഏറ്റവും വീര്യം കൂടിയതാണ്. ഡൈല്യൂട്ട് ആയ പോലും അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പം ഡൈല്യൂട്ട് ആക്കാത്ത അത്രയും ഇതായിട്ടുള്ള പ്യുവറായിട്ടുള്ള ഒരു സൾഫ്യൂരിക് ആസിഡിൻ്റെ വലിയൊരു ഇതിലേക്ക് സാധാരണ ഒരു മനുഷ്യൻ എല്ല് കഷ്ണം എടുത്തു കഴിഞ്ഞാൽ പോലും ഒറ്റ നിമിഷം കൊണ്ട് അതിൻ്റെ ഒരു അംശം പോലും ഇല്ലാതായി പോകും. അപ്പം അത് അത്രയും പ്യുവറായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടുന്ന് കാണാതാവുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള പിടിപാടുകളുണ്ടെങ്കിൽ ആ സിനിമയിൽ ഇങ്ങനെ ഒരു കാണുന്ന സമയത്ത് പ്രേരണയായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് തുമ്പും വാലും പോയിട്ട് ഒരു അസ്ഥി കഷ്ണം പോലും കിട്ടാതെ എത്രയോ കൊലപാതകങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടാവും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ മനുഷ്യ പ്രേരണ പോലെ ആക്കി എടുക്കുന്നത് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അത് മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വൈരുദ്ധ്യങ്ങളുടെ അല്ലെങ്കിൽ മാറ്റങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, കൊറോണ വന്നതിന് ശേഷം മനുഷ്യന്റെ മാനസിക നിലയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആരോഗ്യക്രമത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ നിൽക്കുന്ന നിപ്പിൽ തന്നെ പലരും തളർന്നു വീണ് മരിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ കാരണം ഈ പറയുന്ന കോവിഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണോ എന്നറിയത്തില്ല. ചിലരുടെയൊക്കെ സ്വഭാവത്തിൽ പോലും ഞാനും കണ്ടിട്ടുണ്ട് വൈരുദ്ധ്യങ്ങൾ വരുന്നതായിട്ട്. നമുക്ക് ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പം എന്നിരുന്നാൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തൊരു തെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ
2 വട്ടം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ സുഖജീവിതത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ജീവിതം അപഹരിക്കുന്ന സമയത്ത് അത് എന്ത് തെറ്റിലൂടെ ആയാലും അവിടെ ഉറപ്പായിട്ടും ആ തെറ്റിൻ്റെതായിട്ടുള്ള ഒരു അടയാളം ഉറപ്പായിട്ടും ദൈവം അവിടെ തിരികെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ടായാലും പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ആ പിടിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ അഭിമാനങ്ങളെല്ലാം നഷ്ടപ്പെടും. സുഖിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം നിരന്തരമായി അല്ലെങ്കിൽ ഒരു പക്ഷേ മരണവുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് തന്നെ കാരണം. അപ്പം നല്ലപോലെ ജീവിക്കുന്നതിന് വേണ്ടി കുറ്റകൃത്യങ്ങളിലേക്ക് പോയി നാണം കെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നല്ല രീതിക്ക് ജീവിക്കുക എന്നുള്ളത്. ഇത് എന്തുകൊണ്ട് എത്ര പേര് അല്ലെങ്കിൽ ഈ ആൾക്കാർ കുറ്റം ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവർക്കുണ്ടാവുന്ന ചില ചിന്തകളാകാം. എന്നിരുന്നാൽ കൂടി ഇനിയുള്ള ആൾക്കാരെങ്കിലും ഒരാളെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് തന്നെയാണല്ലോ. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന തെറ്റ് കുറ്റങ്ങളും ഒരുപാട് കാലം നമുക്ക് ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെ കൃത്യമായി ഉണ്ടായിരിക്കും. കാരണം മരണപ്പെടുന്ന വ്യക്തി അത്രയും ക്രൂരമായിട്ടാണ് അല്ലെങ്കിൽ പൈശാചികമായിട്ടാണ് അല്ലെങ്കിൽ തിന്മയ്ക്കായിട്ട് ആണ് ഇങ്ങനെ മരിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ എതിരായിട്ട് നന്മയുടെ ഭാഗം അവരുടെ ഭാഗത്ത് തന്നെയാണെങ്കിൽ ഉറപ്പായിട്ട് അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ചിലപ്പോൾ നടപ്പിലാക്കി കൊടുക്കുന്നത് തന്നെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നതാണ് ചില ഘട്ടങ്ങളിൽ തോന്നിപ്പോകുന്ന കാര്യം. ഇത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളായിട്ടുള്ള മനുഷ്യർ അവർ പുറത്തിറങ്ങുന്നുണ്ടല്ലോ. കാരണം ഇവരും കുറ്റകൃത്യങ്ങളിൽ പെട്ട ചില വ്യക്തികൾ തന്നെയാണ്. അപ്പം ഇതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ.